ഹായ്, നമസ്കാരം. നമ്മുടെ PSC ഇന്ന് നടത്തിയ നമ്മുടെ പിയൂൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാലോ നമുക്ക്? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വർഷങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ എന്താ? ഗുരുവായൂർ സത്യാഗ്രഹം ഏതാ വർഷം? 1931. ഈഴവ മെമ്മോറിയൽ 1896. പാലിയം സത്യാഗ്രഹം 1947. വൈക്കം സത്യാഗ്രഹം 1924. അപ്പോൾ ആദ്യം നടന്നത് ഈഴവ മെമ്മോറിയലാണ്. അപ്പോൾ 2 ആദ്യം വരേണ്ടത്. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓപ്ഷൻ എ 2. പിന്നെ രണ്ടാമത് വരേണ്ടത് 1924 വൈക്കം സത്യാഗ്രഹം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈഴവ മെമ്മോറിയൽ, പിന്നെ വൈക്കം സത്യാഗ്രഹം, പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, ഏറ്റവും അവസാനമായിട്ട് പാലിയം സത്യാഗ്രഹം. രണ്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. ഇനി 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ആർക്കാ? ലോർഡ് കഴ്സൺ ആണ്. നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് കണ്ടെത്തുക? തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ. ആത്മവിദ്യാസംഘം ആരാ? വാഗ്ബടാനന്ദനാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. ആത്മാനുപാതം ആര് തന്നെയാ? കുര്യാക്കോസ് ഏലിയാസ് ടവറയാണ്. മൂന്നും എന്താണ്? ശരിയായിട്ടുള്ള ജോഡികളാണ്. അഞ്ചാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ അല്ലെ? വൈകുണ്ഠ സ്വാമികളാണ്. ആറാമത്തെ ചോദ്യം, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാ? ഓപ്ഷൻ ബി ആണ് DK കാർവെ. ഓപ്ഷൻ ബി DK കാർവെ ആണ്. ഏഴാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം എന്തായിരുന്നു? ചൗരി ചൗര സംഭവമാണ്. ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവമാണ്. എട്ടാമത്തെ ചോദ്യം, സന്യാസി കലാപം നടന്നത് എവിടെയായിരുന്നു? ബംഗാളിൽ അല്ലെ? സന്യാസി കലാപം നടന്നത് എവിടെയാ? ബംഗാളിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? എവിടെയാ? ബോംബെ അല്ലെങ്കിൽ മുംബൈ ആണ്. പത്താമത്തെ ചോദ്യം, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാ? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാ? വില്യം ജോൺസ് അല്ലെ? ഓപ്ഷൻ സി വില്യം ജോൺസ് ആണ്. 11ാമത്തെ ചോദ്യം, ധനബില്ല് അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ധനബില്ല് അവതരിപ്പിക്കേണ്ടത് എവിടെയാ? ലോക്സഭയിലാട്ടോ. ധനബില്ല് എപ്പോഴും എവിടെ അവതരിപ്പിക്കണം? ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. 12ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കേണ്ടത്? ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയുമാണ് സമീപിക്കേണ്ടത്. 13ാമത്തെ ചോദ്യം, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? 61 ഭേദഗതി അല്ലെ? ഓപ്ഷൻ എ ആണ് 61 ഭേദഗതിയാണ്. 14ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? കൺകറന്റ് ലിസ്റ്റിലാട്ടോ. കൺകറന്റ് ലിസ്റ്റിലാണ്. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ രാജ്യസഭയെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നുണ്ട്. സ്ഥിരം സഭയാണ് രാജ്യസഭ. 5 വർഷമാണ് കാലാവധി. തെറ്റാണ്. സ്പീക്കർ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു. തെറ്റാണ്. 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് 1, 2 ശരിയാണ്. 16ാമത്തെ ചോദ്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നായിരുന്നു? 2025 മെയ് 2-നാണ്. 17ാമത്തെ ചോദ്യം, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാ? നിലവിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആരാ? JD വാൻസ്. ഓപ്ഷൻ ഡി ആണ് JD വാൻസ് ആണ്. 18ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആരാ? VP മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ അല്ലെങ്കിൽ VP മേനോനാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാ? ഗുൽസാരിലാൽ നന്ദി ആയിരുന്നു. ഏത് രാജ്യവുമായിട്ടാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? പഞ്ചശീല തത്വം ആരുമായിട്ടായിരുന്നു? ചൗ എൻ ലായ് ചൈനയുമായിട്ടാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അങ്ങനെയാണ്
ആണെങ്കിൽ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാ? അറിയുന്ന ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യുക. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാ? 22ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്ര. 23, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാ? ഉത്തർപ്രദേശിലെ വാരണാസിയാണ്. ഇനി ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? ISROയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ആരാ? ഡോക്ടർ വി നാരായണൻ. ഓപ്ഷൻ എ ആണ്, ഡോക്ടർ വി നാരായണനാണ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്, ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഹിരാക്കുഡ് എവിടെയാ? മഹാനദി ഒഡീഷയിലാണ്. 1, 3 അല്ലെ? 1, 3 എന്ന് പറയുന്ന ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ 25 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ ഇതിലാ? ഗോദാവരിയിലാണ്. ഇനി 26ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാ? നീലഗിരിയാട്ടോ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ ഏതാ? നീലഗിരിയാണ്. ഇനി പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ചോദിച്ചാൽ ആരാ? മത്സ്യത്തൊഴിലാളികളിലെ കുടുംബങ്ങളാട്ടോ. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. ഓപ്ഷൻ ബി ആണ്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാ? കൊല്ലം അല്ലെ? കൊല്ലം ചെങ്കോട്ടയാണ്. 29ാമത്തെ ചോദ്യം, ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണ്? ഹിമാദ്രിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് കേട്ടോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു? അല്ല. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു? ശരിയാണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ? ശരിയാണ്. നിരപ്പായ താഴ്വരകൾ ഡൂണുകൾ കാണപ്പെടുന്ന എവിടെയാ? സിവാലിക്കില്ല. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഏതാ? 1, 4 അല്ലെ? ഓപ്ഷൻ സി ആണ്, സവിശേഷതകൾ അല്ലാത്തത് 1, 4 ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഇനി 30ാമത്തെ ചോദ്യം, മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എവിടെയാ? കോഴിക്കോടാണ്. കോഴിക്കോടിലെ നല്ലളം എന്ന് പറയുന്ന സ്ഥലത്താണ്. 31ാമത്തെ ചോദ്യം, 2027 ഒളിമ്പിക് ഈ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? സൗദി അറേബ്യയിലെ റിയാദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. മതികെട്ടാം ചോല 2003 ദേശീയോദ്യാനമായി. ഇരവികുളം നീലഗിരി താർ, സൈലന്റ് വാലി നീലഗിരി കുന്നുകളാണ്. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 33ാമത്തെ ചോദ്യം, ലോകത്തിലെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിന് നൽകിയിരിക്കുന്ന പേര് എന്താ? കുറെ വട്ടം PC ചോദിച്ചാണ്, ലൂ ആണ് അല്ലെ? 34ാമത്തെ ചോദ്യം, പെരിയാർ നദിയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക. പെരിയാർ നദിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നെന്താ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നുണ്ട്. ശരിയാണ്. പൗരാണിക കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടു. തെറ്റാണ്. ബാരിസ് എന്നറിയപ്പെട്ട നദി ഏതാ? പമ്പയ അല്ലെ? അപ്പോൾ ഓപ്ഷനിൽ 2 ഉള്ളതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഓപ്ഷൻ ബിയിൽ 2 ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ 2 ഉണ്ട്, ഓപ്ഷൻ സിയിലും 2 ഉണ്ട്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഏതാ? ഓപ്ഷൻ എ ആണ്. 1, 3, 4 എന്നിവ ശരിയാണ്. ഇനി 35ാമത്തെ ചോദ്യം, കെ സ്മാർട്ട് എന്ന പദ്ധതിയുമായി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കെ സ്മാർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഇത് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. 36ാമത്തെ ചോദ്യം, നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ട വന്യജീവി സങ്കേതമായിരുന്നു ഏത്? പെരിയാർ ടൈഗർ റിസർവ്. 37 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലൂംപാറ. 38ാമത്തെ ചോദ്യം, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായിട്ടുള്ള മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണുകളാണ് കരേവ മണ്ണ് എന്നറിയപ്പെടുന്നത്. 39ാമത്തെ ചോദ്യം, ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുകയും അത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് ഏത് പേരില? മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ്. ഓപ്ഷൻ സി, മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ്. 40ാമത്തെ ചോദ്യം, വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നതിൽ തെറ്റായത് ഏതാണെന്ന് കണ്ടെത്തുക. തെറ്റായത് കല്ലടയാറിന്റെ പതന സ്ഥലമാണ് വേമ്പനാട്ട് കായൽ. തെറ്റാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്.
1 ഉം 4 ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ്. 1 ഉം 4 എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. ഇനി 41ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ ബ്രഹ്മ എന്തുമായി ബന്ധപ്പെട്ടതാ? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകാനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. 42, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്നറിയപ്പെടുന്നതുമായിട്ടുള്ള തുറമുഖം ഏതാ? ഓപ്ഷൻ ഡി ആണ്, നീണ്ടകര കേട്ടോ. ഏതാ? നീണ്ടകരയാണ്. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്തുക. ശരിയായത്: 1, കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളം. തെറ്റ്. ആലപ്പുഴയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചി. തെറ്റ്. പീച്ചിയാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കിയിലാണ്. 3 ഉം 4 ശരിയായിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻ 3 ഉം 4 ശരി. ഓപ്ഷൻ എ ആണ്. 3 ഉം 4 ശരിയാണ്. 44ാമത്തെ ചോദ്യം, കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാ? ആലപ്പുഴ ജില്ലയിലാണ്. ചന്ദ്രഗിരി കോട്ട നമുക്കറിയാം കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറത്താണ്. 45ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ബോക്സർ കലാപം ചൈനയിലാണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. 2 ഉം 4 ശരിയാണ്. 2 ഉം 4 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. 2 ഉം 4 ശരിയാണ്. 46ാമത്തെ ചോദ്യം, കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാ? ഓപ്ഷൻ ഡി ആണ്. കോകില സന്ദേശം. ഏതാ? കോകില സന്ദേശമാണ്. ഇനി 47, ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകൾ ചുവടെ തന്നിരിക്കുന്നു. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിക്കുക. ഏറ്റവും മുകളിൽ ഏതാ? ഭൂവൽക്കം. അത് കഴിഞ്ഞാൽ മാൻഡില്, പിന്നെ പുറക്കാമ്പ്, പിന്നെ അകക്കാമ്പ്. ഓപ്ഷൻ ബി ആണ്. ഭൂവൽക്കം, മാൻഡില്, പുറക്കാമ്പ്, അകക്കാമ്പ്. 48ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്ന് കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഇല്ല കേട്ടോ. 49ാമത്തെ ചോദ്യം, 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയുമായി പ്രശസ്തനാന്ന് ചോദിച്ചാൽ അമേരിക്കൻ ചലച്ചിത്ര താരമായിരുന്നു. ആര്? വാൽ കിൽമർ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാ? സാറ ജോസഫ്. ഓപ്ഷൻ ഡി, സാറ ജോസഫിനാണ്. 51ാം ചോദ്യം, വനിതകൾക്കായിട്ട് സുഭദ്ര യോജന എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. 52ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാ? ശാസ്താംപാറ. ഓപ്ഷൻ ബി ആണ്, ശാസ്താംപാറ. 53, കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ആണ്, ഫംഗസ് ആട്ടോ. ഏതാ? ഫംഗസ് ആണ്. 54, നാഗപതിവക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് കുരുമുളക്. 55, മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ എ ആണ്, ഹൈപ്പോതലാമസ്. ഏതാ? ഹൈപ്പോതലാമസ്. 56, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അസ്കോർബിക് ആസിഡ് ഏതാ? വൈറ്റമിൻ സി ആണ്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ഇനി സിംല കരാർ, ഇന്ത്യ പഹൽഗാമിൽ യുദ്ധം നടന്ന സമയത്ത് അല്ലെ, പാകിസ്ഥാൻ ആക്രമിച്ച സമയത്ത് സിംല കരാറൊക്കെ റദ്ദ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിംല കരാർ ഒപ്പുവെച്ചത്. യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങളാണ് ഏത്? കൂടിയാട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. തന്നിരിക്കുന്നതിൽ ഏത് മാത്രമേ ഉള്ളൂ? കൂടിയാട്ടം മാത്രമേ ഉള്ളൂ. 1 മാത്രമേ ശരിയുള്ളൂ. ഇനി 60ാമത്തെ ചോദ്യം, കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. കോൺവെക്സുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. പ്രതിപതനതലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണം. അകത്തോട്ടാണെങ്കിൽ കോൺകേവ് ആണ്. ഇത് തെറ്റ്. 2, വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. ഏത്? കോൺവെക്സ്. ശരിയാണ്. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റാണ്. പ്രതിപതനതലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ്. ശരിയാണ്. 2 ഉം 4 തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ്. 61ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായ രീതിയിൽ യോജിപ്പിക്കുക. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടൊരു കോഡ് ഉണ്ടാക്കാറുണ്ടായിരുന്നു, പെൻ RTC അല്ലേ. ഇനി നോക്കിയേ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പ്രോട്ടോൺ ചാഡ്വിക്. അപ്പോൾ തെറ്റാ. പിന്നെ ഇലക്ട്രോൺ ആരാ? JJ തോംസൺ. ശരിയാണ്. ന്യൂട്രോൺ ആരാ? റൂദർഫോർഡ് അല്ല, ചാഡ്വിക് ആട്ടോ. അപ്പോൾ അതും തെറ്റാ. ഇതിൽ ശരിയായത് ഏത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ശരിയുള്ളൂ. ഓപ്ഷൻ ബി ആണ്, 1 മാത്രമേ ശരിയുള്ളൂ.
62ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പദാർത്ഥങ്ങൾ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാവുന്നത്? ഏതാ സിങ്കിന്റെ അയിരാണ് ഇത്? കലാമിൻ. 63ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല, മാസ് നമ്പർ 1 ആണ്, ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചു, ഏതാ? ഹൈഡ്രജൻ ആണ്. 64ാമത്തെ ചോദ്യം, താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികൾ ഏതൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്? താപമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാം ശരിയാണ്. 65ാമത്തെ ചോദ്യം, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ട്സ്. DRDOയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ആരാ? സമീർ വി കാമത്ത്. ആരാ? സമീർ വി കാമത്താണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? ഇതിൽ തൽക്കാലം നമുക്ക് വടക്ക് കിഴക്കൻ ഹിമാലയം എന്ന് കൊടുക്കാം. ഹിമാലയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് വടക്ക് കിഴക്കൻ ഹിമാലയം എന്ന് തന്നതുകൊണ്ട് നമ്മൾ ആൻസർ അത് കൊടുക്കാം. 68 മലമ്പനി രോഗകാരിയായിട്ടുള്ള പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാട്ടെ. ഏതാ? പ്രോട്ടോസോവയാണ്. 69ാമത്തെ ചോദ്യം, വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്? വൈഡൽ ഏതാ? സാൽമോണല്ല ടൈഫി. ഏതാ? സാൽമോണല്ല ടൈഫി. ഓപ്ഷൻ ബി ആണ്. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാ? മോണോസൈറ്റ്. ഓപ്ഷൻ സി ആണ്, മോണോസൈറ്റ്. ഇനി 71, ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള സമയം ചോദിച്ചാൽ 0.8 സെക്കൻഡ് ആണ്. എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരിയുടെ പേരാണ് ഏതാ? ലെപ്റ്റോസ്പൈറ. 73ാമത്തെ ചോദ്യം, ക്ഷയരോഗം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഏതാ? BCG. ക്ഷയമാണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവെന്ന് പറയുന്നത് ഏതാ? 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ്. 75ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥരപാളിയാണ് മെനിഞ്ചസ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ K ആണ്. ഇനി ലോക പ്രകൃതി സംരക്ഷണ ദിനം ആയിട്ട് ആചരിക്കുന്നത് ജൂലൈ 28. ഇനി പ്രമേയം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയുടെ പേരാണ് മിഠായി എന്ന് പറയുന്നത്. ഇനി അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരിയാണ് ഇത്? നെഗ്ലേറിയ ഫൗലേരി ആണ്. ഇനി 80ാമത്തെ ചോദ്യം, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഏതിനാ? ഓപ്ഷൻ എ ആണ്, ആശാധാര. അപ്പൊ നമ്മൾ 80 GK ക്വസ്റ്റ്യൻസ് ആട്ടോ ഇതിൽ നോക്കുന്നുള്ളൂ.